ഹായ് മൈ ഡിയർ വോവൽ കുട്ടികൾ. അപ്പോൾ നമ്മുടെ നട്ടപ്പാതിര വീഡിയോയിൽ വെരി ഇമ്പോർട്ടൻറ്റ് കോണ്ടൻറ്റ്. ഓക്കെ, ഐ എം യുവർ ബാറ്റ്മാൻ ഏജൻറ്റ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ദ ബ്രേക്കിംഗ് ന്യൂസ്. നമ്മുടെ പ്രശ്നേഷിനെതിരെ കേസായിരിക്കുകയാണ് മക്കളെ. സഹോദരിയുടെ പരാതി, യൂട്യൂബർ രോഹിത്തിനെതിരെ കേസ്. കഴിഞ്ഞ വീഡിയോയിലൊക്കെ വന്നിരുന്നിട്ട് എന്തെൻ്റെ പേരിൽ കേസ് എടുക്കാത്തത്? ഞാൻ കേസ് കൊടുക്കും, അങ്ങനെയാണെങ്കിൽ എൻ്റെ പേരിൽ കേസ് എടുക്കണ്ടേ, ഇനി ഞാനാണ് കേസ് കൊടുക്കാൻ പോണേ എന്നൊക്കെ പറഞ്ഞ് പല രീതിയിലുള്ള വെല്ലുവിളി അഹങ്കാരം പറഞ്ഞപ്പോഴേ ഞാൻ ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മോനെ ആദ്യം നിൻ്റെ പേരിൽ കേസ് വരുന്നത് നീ ഒന്ന് നോക്ക്. കാരണം ആ അനിയത്തി അത്രയും എന്താ പറയുക തറപ്പിച്ച് പറയുന്നുണ്ട് അവർ കേസായിട്ട് മുന്നോട്ട് പോവുകയാണ് എന്നുള്ളത്. പിന്നെ ചില സെറ്റിൽമെൻറ്റ് പരിപാടി പോലീസ് സ്റ്റേഷനിൽ നടന്നതുകൊണ്ട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു പോലീസുകാർക്ക് പ്രശ്നേഷിനെ പേടിയാണോ എന്നുള്ളത്. അതാണെങ്കിൽ ഒരു കാര്യം ഉറപ്പായി, പ്രശ്നേഷിനെ പോലീസുകാർക്ക് അത്ര പേടി ഇല്ല എന്നുള്ളത്. ഓക്കെ, എന്താണെങ്കിലും പ്രശ്നേഷൻ ഈ പ്രശ്നങ്ങൾ തീർക്കാൻ കുറച്ച് പാടുപെട്ടു. അപ്പോൾ എന്താണെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ പ്രശ്നേഷിൻ്റെ ഈ ഒരു കേസിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ന്യൂസ് ക്ലിപ്പ് ഒന്ന് പ്ലേ ചെയ്യാം. ആലപ്പുഴയിൽ വളരെ അറിയപ്പെടുന്ന ഒരാളാണ് പ്രശ്നേഷ് എന്ന പേരിൽ അറിയപ്പെടുന്ന, പ്രശ്നേഷ് ഗ്രീൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു യൂട്യൂബ് ബ്ലോഗർ രോഹിത്. ഇദ്ദേഹം കുറെ ദിവസങ്ങളായി ഇദ്ദേഹത്തിന്റെ അമ്മയ്ക്കും സഹോദരിക്കുമെതിരെ വളരെ ആക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തുകയും വീട് കയറി ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന ആക്ഷേപം നിലനിൽക്കുകയാണ്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസിൽ ഈ പെൺകുട്ടി, അതായത് ഈ രോഹിത്തിന്റെ സഹോദരി, ആലപ്പുഴ വനിതാ പോലീസ് സ്റ്റേഷനിലും ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെയും മിനിഞ്ഞാന്നും ഇന്ന് രാവിലെയുമായി ഈ സഹോദരിയുടെ മൊഴി രേഖപ്പെടുത്തി ഈ യൂട്യൂബറായിട്ടുള്ള രോഹിതിനെയും വിളിച്ചു വരുത്തിയിരുന്നു. തുടർന്ന് ചർച്ച ചെയ്ത് സമാധാനം പരിഹരിക്കാൻ ശ്രമിച്ചെങ്കിലും രണ്ടുപേരും സമ്മതിക്കാത്തതിനെ തുടർന്ന് ഈ പെൺകുട്ടിയുടെ, അതായത് ഈ രോഹിതിന്റെ സഹോദരിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ വനിതാ പോലീസ്, ആലപ്പുഴയിലെ വനിതാ പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. പ്രധാനമായിട്ടും സഹോദരിയെ ദേഹോപദ്രവം ഏൽപ്പിക്കുകയും മുടിക്ക് കുത്തിപ്പിടിച്ച് ഇടിക്കുകയും വീട് കയറി ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നുള്ള പരാതിയിലാണ് ബന്ധപ്പെട്ട കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സഹോദരിയെയും അമ്മയെയും അപമാനിക്കുന്ന തരത്തിലുള്ള വീഡിയോകളും അതോടൊപ്പം തന്നെ ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ സമൂഹ മാധ്യമങ്ങളിലൂടെ അപകീർത്തികരമായ പരാമർശങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലുമാണ് കേസെടുത്തിരിക്കുന്നത്. ദേഹോപദ്രവം ഏൽപ്പിക്കലും അതോടൊപ്പം തന്നെ ഗുരുതരമായി ഗ്രീൻ ഹൗസ് ക്ലീനിംഗ് സർവീസ് എന്ന യൂട്യൂബ് ചാനൽ ഉടമ രോഹിത്തിനെതിരെയാണ് കേസെത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണെങ്കിലും അനിയത്തിയെ ഉപദ്രവിച്ചതിന് മാത്രമല്ല, ഈ പറഞ്ഞ അനിയത്തിയെയും അമ്മയെയും സോഷ്യൽ മീഡിയ വഴി വളരെ മോശമായ രീതിയിലുള്ള വീഡിയോസ് ഇട്ടിട്ട് അവർക്കെതിരെ പറയുന്നതിനും കേസ് എന്താണെങ്കിലും വന്നിട്ടുണ്ട്. ഞാൻ നോക്കുമ്പോൾ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ്, ഒരു 7 മണിക്കൂറുകൾക്ക് മുമ്പ് എഗെയിൻ പ്രശ്നേഷൻ്റെ ഒരു വീഡിയോ ഉണ്ട്. എന്നെ ആക്രമിച്ചിട്ട് അമ്മ കൂകി വിളിച്ചു. എന്താടാ ഇവൻ സ്വന്തം അമ്മേനെ കാന്താര മമ്മി ആക്കാനാണോ ഇവൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്? മൂത്ത മകൻ എന്നിട്ട് എന്നിട്ടിട്ടുണ്ട് ഉഴവു കാള. എടാ നിന്നെ കാളാന്നല്ല, നിന്നെ കഴുതാന്നാണ് വിളിക്കേണ്ടത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉഴവ് കഴുതാന്ന് പറ. ഈ വീഡിയോ നിങ്ങളൊന്ന് കാണണം. 48 മിനിറ്റുള്ള വീഡിയോനകത്ത് ഈ മണ്ടേഷ്, പ്രശ്നേഷ് അല്ല മണ്ടേഷാണ്, ഇവൻ്റെ പെങ്ങളായിട്ട് അടിയുണ്ടാക്കിയതും അതിൻ്റെ ഡീറ്റെയിൽഡ് വെർഷൻ. പെങ്ങളെ കൊങ്ങയ്ക്ക് കയറി പിടിച്ചു, പെങ്ങൾ ഇവൻ്റെ കൊങ്ങയ്ക്ക് കയറി പിടിച്ചു. എടാ ഇതിനും വലിയ തെളിവ് ഈ പോലീസുകാർക്ക് വേറെ എന്തെങ്കിലും വേണോ? നീ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്താണെങ്കിലും നമുക്ക് നോക്കാം എന്താണ് പ്രശ്നേഷിന് പറയാനുള്ളതെന്ന്. ഉപദ്രവിച്ചു എന്നൊക്കെ പറഞ്ഞില്ലേ, അതൊക്കെ കള്ളത്തരാന്ന് അവർക്ക് മനസ്സിലായി. സത്യാന്ന് മനസ്സിലായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഇവന്റെ പേരിൽ കേസ് എടുക്കത്തില്ലേ? മെഡിക്കൽ സർട്ടിഫിക്കറ്റ്സോ കാര്യങ്ങളോ ഇല്ലാന്ന് മാത്രമല്ല, ഒരൊറ്റ പാട് പോലും മുഖത്തില്ല. എന്നാ എന്റെ മുഖത്ത് പാടും ഉണ്ടായിരുന്നു. അമ്മച്ചി മതി. ശരി, ഇപ്പൊ എങ്ങനെയുണ്ട്? അപ്പൊ ഇവ ഇനിയിപ്പോ കാര്യമായിട്ട് എന്തോ പ്രശ്നം ഉണ്ടാക്കിയത് കൊണ്ടാണോ കേസ് എടുത്തതെന്നാണോ ഞങ്ങൾ മനസ്സിലാക്കേണ്ടത്? അപ്പൊ നിങ്ങൾ പറയുന്നത് ഇതുവരെ കേസ് എടുക്കാത്തപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാം നുണയായിരുന്നു, അവരെല്ലാം നുണ പറഞ്ഞതായിരുന്നു ഇവനെതിരെ എന്നുള്ളത് കൊണ്ട് കേസ് എടുക്കാതിരുന്നാണ് പോലീസാണ് ആദ്യത്തെ വർഷം. അതായത് കേസ് വരുന്നതിന് മുമ്പ്. കേസായതിനു ശേഷം ഇനിയിപ്പോൾ ഇതൊക്കെ മാറ്റി പറയും, അല്ല ഞങ്ങളൊക്കെ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് കേസ് എടുത്തതെന്നുള്ളത്. അന്ന് കേസ് എടുക്കാത്തതിൻ്റെ ഒരു കാരണം ഞാൻ പറഞ്ഞുതരാം. അവിടെ അമ്മയ്ക്കും പെങ്ങൾക്കും തോന്നിക്കാണും, ഓക്കെ മകനല്ലേ ഏട്ടനല്ലേ പുറത്തു പോകാൻ നിൽക്കുകയല്ലേ, ഇപ്പം എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നേഷാണെന്നുണ്ടെങ്കിൽ സ്വന്തം ചോരയല്ലേ എന്ന് വിചാരിച്ചിട്ട് ഒഴിവാക്കി കളഞ്ഞ് അവർക്ക് കിട്ടാനുള്ളത് അവരും പേടിച്ച് നിനക്കാവശ്യമുള്ളത് നീ കൊടുത്തോന്ന് പറഞ്ഞിട്ട് സെറ്റിലാക്കി പോയ പരിപാടിയായിരിക്കും. അങ്ങനെ പോയ സാധനം നീ ഒരുമാതിരി മറ്റേ എന്താ പറയുക ഏണി വെച്ച് കയറി വള്ളി പിടിക്കാന്ന് കേട്ടിട്ടുള്ളൂ. ആ പണി കാണിച്ചത് കൊണ്ടാണ് പെങ്ങൾ സ്ട്രോങ് ആയിട്ട് കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നത്.
കറക്റ്റ് നിൻ്റെ ഒരു ഓവർ കോൺഫിഡൻസ് ഉണ്ട്. നീ നാട്ടുകാരെ വെല്ലുവിളിക്കുമ്പോൾ കാണിക്കുന്ന ഒരു ഓവർ കോൺഫിഡൻസ് ഉണ്ട് നിനക്ക്. ആ ഓവർ കോൺഫിഡൻസ് ആണ് നീ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഇരുന്നിട്ട് ഒരുമാതിരി പോലീസിനെ പുച്ഛം, നാട്ടുകാരെ പുച്ഛം, പെങ്ങളെ പുച്ഛം, അമ്മേനെ പുച്ഛം, ഞാൻ നോക്കിക്കൊണ്ട് എനിക്കറിയാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോലീസിൻ്റെ വഴി, പെങ്ങളെ വഴി നോക്കും. കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂവിൽ വന്നിട്ട് എൻ്റെ അനിയത്തി വെല്ലുവിളിച്ചതുകൊണ്ട് മാത്രമാണ് ഇത് ഈ ഒരു വീഡിയോയുടെ അകത്ത് പറയണത്, ഇതിവിടെ കാണിക്കുന്നത്. നമ്മളിതിനകത്ത് ആ പയ്യൻ്റെ പ്രൊഫൈൽ പിക്കും നെയിമും ഒക്കെ ബ്ലർ ചെയ്യുന്നത് അവൻ്റെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. കാരണം അവനായിട്ട് നമുക്ക് യാതൊരു വിഷയമില്ല, നമ്മൾക്ക് യാതൊരു വിഷയത്തിനും വന്നിട്ടില്ല. അനിയത്തി കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രൂഫ് ഉണ്ടെങ്കിൽ കാണിക്കട്ടെ എന്ന്. അങ്ങനെ വെല്ലുവിളിച്ച്, അതുകൊണ്ട് മാത്രമാണ് ഇതിങ്ങനെ ഇവിടെ കാണിക്കുന്നത്. ആ പയ്യൻ ഇവക്ക് മെസ്സേജ് അയച്ചാണ്, ചേച്ചി ഞാൻ റോഷിൻ ബോയ് ഫ്രണ്ടാണ്. റോഷ്നി എന്നല്ല, റോഷിൻ എന്നാണ് അയച്ചേക്കുന്നത്. മേ ബി അവന് സ്പെല്ലിങ് അറിയാത്തതുകൊണ്ടാവാം, അല്ലെന്നുണ്ടെങ്കിൽ ഇവരുടെ കമ്മ്യൂണിക്കേഷൻ അങ്ങനെ ആയതുകൊണ്ടാവാം, നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, നമ്മളെ ജഡ്ജ് ചെയ്യുന്ന കാര്യമില്ല. ഞാൻ റോഷിൻ ബോയ് ഫ്രണ്ടാണ്, ചേച്ചി എനിക്കൊട്ടും പറ്റാത്ത കൊണ്ടാണ് ചേച്ചിക്ക് മെസ്സേജ് അയച്ചേ. അവൾക്ക് എന്നെ വേണ്ട എന്ന് പറഞ്ഞു. എനിക്കൊന്ന് റിപ്ലൈ ചെയ്താ, എനിക്ക് പറ്റുന്നില്ല ചേച്ചി പ്ലീസ്. 1 മന്തായി റോഷൻ പോയിട്ട്, ചേച്ചി മെസ്സേജ് കണ്ടാൽ റിപ്ലൈ തരൂ പ്ലീസ്. എനിക്കൊട്ടും പറ്റണില്ല, അതാ ചേച്ചിക്ക് ഒന്നും അടുത്ത ബാക്കി എന്താണ്, എനിക്കറിയില്ല ചേച്ചി, ഞാൻ പെട്ട് നിൽക്കുക, ഞാൻ ഒട്ടും ഓക്കെ അല്ല, എനിക്ക് ഒട്ടും പറ്റണില്ല, അതാ ചേച്ചിക്ക് മെസ്സേജ് ഒന്നും തോന്നല്ലേ. അവൾ എന്നെ എല്ലായിടം ബ്ലോക്ക് ചെയ്തു, എനിക്ക് പറ്റുന്നില്ല ചേച്ചി. എടാ വൃത്തികെട്ടവനെ, എടാ ഞാൻ വേറെന്തെങ്കിലുമൊക്കെ വിളിക്കാൻ തോന്നുന്നുണ്ടോ? എടാ നിന്റെ പെങ്ങൾ തന്നെയല്ലേ ആ കുട്ടി വന്ന് നിന്നെ വെല്ലുവിളിച്ചു എന്ന് വിചാരിച്ചിട്ട് ഇതേപോലെ പബ്ലിക്കായിട്ടൊരു വീഡിയോ ഇട്ടിട്ട് ആ പെൺകുട്ടിയെ എനിക്ക് എങ്ങനെ തോന്നുന്നടാ ഇത് ചെയ്യാൻ? ഏത് ജന്മാടാ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എടാ ഉളുപ്പില്ലാത്തവനെ, സ്വന്തം പെങ്ങൾക്ക് ഒരു റിലേഷൻ ഉണ്ടെങ്കിൽ അത് വിളിച്ചു പറഞ്ഞത് നീയാണ്. ആ പെൺകുട്ടി എവിടെയും ഒരു റിലേഷൻ്റെ കാര്യം വിളിച്ചു പറഞ്ഞില്ല, നീ വന്നിട്ടാണ് ആ പെൺകുട്ടി മടിച്ചിയാണ്, പണിക്ക് പോകുന്നില്ല, സെൽഫായിട്ടൊന്നും ചെയ്യുന്നില്ല, അപ്പുറത്തും ചെക്കം ഒക്കെ നീ പറഞ്ഞ് നീ തന്നെ ലാസ്റ്റ്. എന്നിട്ട് ആ പെൺകുട്ടിയെ കൊണ്ട് നിന്നെ വെല്ലുവിളിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റിച്ചതിന് ശേഷം ദാ അടക്കണ്. ആ പെൺകുട്ടീനെ മറ്റേ ആരുടെയോ റിലേഷൻ ഉണ്ട്, അവർ നിൻ്റെ ഭാര്യയ്ക്ക്, അയാൾ എന്തിനാണ് നിൻ്റെ ഭാര്യയ്ക്ക് മെസ്സേജ് അയച്ചത്? ഇങ്ങനൊരു ചോദ്യം തിരിച്ച് നാട്ടുകാർ ചോദിച്ചു കഴിഞ്ഞാൽ നിനക്ക് പൊള്ളൂ? പൊള്ളില്ലേ? ഉളുപ്പില്ലാത്തവൻ വന്നിരുന്ന് പെങ്ങളുടെ റിലേഷനെ കുറിച്ചിട്ടോ മറ്റേ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചുണ്ടാക്കണ്. എന്നിട്ട് പറയുന്നത് ആ സ്ക്രീൻഷോട്ടിനകത്ത് ആ പയ്യൻ എനിക്കൊന്നും പറയാനില്ല, അവൻ്റെ ഐഡൻറ്റിറ്റി ഞാൻ മറച്ചു എന്ന് പറഞ്ഞിട്ട് ആ സ്ക്രീൻഷോട്ട് ഞാൻ പകുതി അടിയിൽ വെച്ചതാണ്. ഇതിനടിയിൽ ഇപ്പം വെച്ച സ്ക്രീൻഷോട്ടിനകത്ത് ആ പയ്യൻ്റെ പേരടക്കം മണ്ണം കോണാപ്പാൻ വെച്ചിട്ടുള്ളത്. എന്താണെങ്കിലും മനസ്സിലായടേ, നിൻ്റെ ഒരു ലെവല് മനസ്സിലാവുന്നുണ്ട് ഏകദേശം. ആക്ച്വലി ഈ ഒരു പയ്യന് നമുക്ക് പേഴ്സണലി അറിയില്ലെങ്കിലും ഇവൻ്റെ കാര്യം നമുക്കറിയാം. ഇവർ പഠിക്കുന്ന സമയത്ത്, ഡിഗ്രി പഠിക്കുന്ന സമയത്തോ പഠിച്ചു കഴിഞ്ഞപ്പോഴും കൊണ്ട് അപ്പുറത്തെ ബാച്ചിലും കൊണ്ട് പഠിച്ചാണ്. അപ്പോൾ അങ്ങനെ കണക്റ്റായി എന്നാണ് നമ്മുടെ ഇവൾ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അവനറിയില്ല വീട്ടിലറിയാവുന്നുള്ള കാര്യം. വീട്ടിൽ പ്രശ്നങ്ങൾ അങ്ങനെ നമ്മൾ അവളുടെ കാര്യത്തിൽ ഭയങ്കരമായിട്ട് ഇടപെടുകയും അവളങ്ങനെ ലിമിറ്റ് ചെയ്യുകയും ചെയ്യുന്ന ടീമല്ല എന്നുള്ളത് അവനറിയില്ല. അവൻ്റെയൊക്കെ പറഞ്ഞേക്കുന്നത് വീട്ടിലറിഞ്ഞ ഭയങ്കര വിഷയമാണ്, വീട്ടിൽ മുട്ട സീനാണെന്നൊക്കെയാണ്. അപ്പം ഇവൾ ഏതോ ഒരു നിമിഷത്തിൽ നമ്മുടെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, അവന് ഈ പറഞ്ഞ പോലെ നൈസായിട്ടങ്ങ് ഒഴിവാക്കുവാണ്. എന്തിൻ്റെ പേരും പറഞ്ഞാന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് ഭയങ്കരമായിട്ട് ഡിസ്റ്റർബൻസ് ആയപ്പോൾ അവൾ പറഞ്ഞു ഇവൾ അവളെയും കൊണ്ട് ഏതോ ഡിപ്രഷൻ ക്ലിനിക്കിൽ പോയിട്ട് ട്രീറ്റ്മെൻറ്റ് കൊടുത്തു, എൻ്റെ അനിയത്തിക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുത്തു. അങ്ങനെ അവളെ കൺവിൻസ് ചെയ്ത് ഡോക്ടർ ഈ റിലേഷൻ ഹെൽത്തി അല്ല എന്ന് അങ്ങനെ പറഞ്ഞാണ് ആ പയ്യനെ നൈസായിട്ട് ഒഴിവാക്കിയത്. അപ്പോൾ ഞങ്ങൾ ഓർത്തു ആ പയ്യൻ മേ ബി ടോക്സിക് ആയതുകൊണ്ട് ആവാമെന്ന് ഓർത്തു. നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് അറിയില്ല കേട്ടോ. പക്ഷേ എനിക്കിത് കുറച്ച് ഫിഷിയായിട്ട് തോന്നിയപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടൈമിൽ ഇവൾ ഹെൽപ്പെല്ലാം ചോദിച്ചതൊന്നും നമ്മുടെ കയ്യിലല്ല, ഇവളുടെ കുറച്ച് പുരുഷന്മാരായിട്ടുള്ള കൂട്ടുകാരുടെ അഭിപ്രായങ്ങൾ കേട്ടിട്ടാണ് ഇവൾക്ക് തീരുമാനിക്കാനെന്ന് ഒരു ഡയലോഗ് ഇവളുടെയൊക്കെ പറഞ്ഞത് എനിക്ക് ഭയങ്കര റോങ് ആയിട്ട് തോന്നി. പക്ഷെ ഞാൻ ആർക്കെങ്കിലും ഒന്നും അവളുടെക്ക് പോയി ഇടപെടാനൊന്നും പോയില്ല. ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഇടപെട്ട പുരുഷൻ കൂട്ടുകാരന്മാരിൽ ഒരു കൂട്ടുകാരൻ, പേരൊന്നും പറയണില്ല, പയ്യനുമായിട്ട് മറ്റവൻ പോകുമ്പോൾ തന്നെ കണക്റ്റായി. അപ്പം ഞാൻ ഓർത്ത് ഈ ഫ്രണ്ട്ഷിപ്പിൻ്റെതായിരിക്കും എന്ന് ഓർത്തു. പക്ഷേ പിന്നീട് മനസ്സിലായി ഫ്രണ്ട്ഷിപ്പിൻ്റെ അല്ല. ഇതൊന്നും ഇവിടെ പറയണമെന്ന് ഒരിക്കലും ആഗ്രഹിച്ച കാര്യങ്ങളല്ല. എന്തിനാ ചേച്ചി ഇതൊക്കെ ഇവിടെ വന്ന് പറയുന്നത്? എല്ലാ വീഡിയോയിലും പറയും ഇതൊന്നും ഞങ്ങൾ പറയാൻ ആഗ്രഹിച്ചതല്ല, ഇതൊന്നും ഞങ്ങൾ പറയാൻ വേണ്ടി നിന്നതല്ല, പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ വന്ന് പറയുന്നത്? എടാ സദാചാര കൊണേഷ് സ്വന്തം പെങ്ങൾക്ക് ഉള്ള റിലേഷനെ കുറിച്ചും
എങ്ങനെയാണ് സ്വന്തം പെങ്ങൾ റിലേഷൻസ് ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ളതൊക്കെയാണ് നീ പബ്ലിക്കായിട്ട് വന്ന് വിളിച്ച് പറയുന്നത്. സത്യം പറയാലോ, ആ പെൺകുട്ടി നിൻ്റെ കരണടിച്ച് പൊളിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ. കാരണം നിൻ്റെ ഒപ്പം ഇരിക്കുന്ന നിൻ്റെ ഭാര്യ അല്ലേ, അവർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് ആരെങ്കിലും ആക്കിയാൽ നിനക്ക് പൊള്ളൂ. എടേ, അത് നിൻ്റെ സ്വന്തം പെങ്ങളാ. ആ പെൺകുട്ടിക്ക് നാളെ പുറത്തിറങ്ങി നടക്കണം. നീ ഈ കടന്ന ഈ പൊലങ്കെട്ട വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ ആ പെൺകുട്ടിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ വീഡിയോയിൽ അതിരുന്ന് കരയാണ്, ഞാൻ എങ്ങനെ ചേട്ടാ പുറത്തിറങ്ങും, സ്വന്തം ഏട്ടനാണ് എന്നെക്കുറിച്ച് ഈ പറഞ്ഞുകൊണ്ടിരിക്കണതെന്ന് പറഞ്ഞിട്ട്. നിൻ്റെ ലൈഫ് സേഫാണ്. നിൻ്റെ ഏറ്റവും വലിയ ഒരു എന്താ പറയുക, ഒരു ധൈര്യം എന്താ പറയുക, ഇപ്പോൾ നിൻ്റെ ലൈഫ് ഭയങ്കര സേഫാണ്. നിൻ്റെ കല്യാണം കഴിഞ്ഞു, ഓക്കെ. നിനക്ക് ഇനി പുറത്ത് പോയി സെറ്റിൽ ചെയ്യാനുള്ള ഒരു പ്ലാന് നിനക്കുണ്ട്, അതിനുള്ള സെറ്റപ്പ് നിനക്ക് റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം സോഷ്യൽ മീഡിയയിൽ നിന്ന് പ്രൊമോഷനൊക്കെ ആയിട്ട് നീ ഓക്കെയാണ്, നീ സേഫാണ്. നീ ഒരു കര പറ്റി. ഞാൻ ഇത്ര കാലം ഇവർക്ക് വേണ്ടി നീന്തി, ഇനി ഞാൻ കര പറ്റിയത് കൊണ്ട് ഞാൻ ഇനി അങ്ങനെയാണ് മുന്നോട്ട് പോട്ടെ ഒരു തരം മൈൻഡിലേക്ക് നീ എത്തി. അതാണ് അതിൽ നിന്ന് വരുന്ന പിന്നെ കുറേ അഹങ്കാരവും പിന്നെ കുറേ സ്കീമുമാണ് നീ ഇപ്പം ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ വർത്താനം. പറയുമ്പോൾ നീ വീണ്ടും ആലോചിക്കാതെ പോകുന്നത് നിൻ്റെ അമ്മയും നിൻ്റെ പെങ്ങളും ഒക്കെയാണ് മോനെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിട്ടിട്ട് നീ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. മൂത്ത ആൺമക്കളാണെങ്കിൽ എല്ലാം ചെയ്തോണം. മൂത്ത ആൺമക്കൾ വീട്ടിലുണ്ടെങ്കിൽ അവരെല്ലാവരും അവരുടെ ആരോഗ്യമോ കാര്യങ്ങളോ ഒന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാവരും വീടിന് വേണ്ടിയിട്ട് കംപ്ലീറ്റ്ലി അങ്ങ് സാക്രിഫൈസ് ചെയ്തോണം. എല്ലാ വീട്ടിലും അങ്ങനെയാണ് നടക്കുന്നത്. എല്ലാ വീട്ടിലെ ആണുങ്ങൾ അങ്ങനെയാണ്. ആണുങ്ങൾ തന്നെ റോബോട്ടാണ്. എൻ്റെ വീട്ടിൽ അങ്ങനെയല്ലായിരുന്നു. എൻ്റെ വീട്ടിൽ ഇത്രയും കാലമായിട്ട് അച്ഛൻ 2019 ഇട്ടേച്ച് പോയതാണ്. അപ്പോൾ തൊട്ട് ഈ 2025 ഒരു 6 വർഷം ഞാനാണ് എൻ്റെ പൈസക്കാണ് എൻ്റെ കുടുംബം നോക്കിയത്. അതിലൊന്നും എനിക്കൊരു വിഷമവും ഇല്ല, ഇന്നും എനിക്ക് റിഗ്രറ്റ് ഇല്ല. പക്ഷേ ചെയ്ത കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നും ഇനിയും സ്വന്തം ജീവിതം നോക്കാനേ പാടില്ല. നീ കിടന്നിങ്ങനെ ഉരുകി ഉഴച്ചുകൊണ്ടിരുന്നോ, അങ്ങ് തീർന്നുകൊണ്ടിരുന്നോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അതാണ് എനിക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. കാരണം എൻ്റെ ലൈഫ് ഒന്ന് ശ്വാസം വിടാനെങ്കിലും എനിക്ക് പറ്റണ്ടേ. കാരണം ഇത്രയും കാലം ഞാൻ പഠിത്തം നോക്കി, പഠിത്തത്തിന്റെ കൂട്ടത്തിൽ പാർട്ട് ടൈം പണി നോക്കി. വാത്സല്യത്തിലെ മമ്മൂട്ടിയാ കുടുംബത്തിന് വേണ്ടി ലൈഫ് കളഞ്ഞു പറഞ്ഞിരുന്ന കരയാൻ. എടാ മോനെ, എല്ലാ വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് കഥ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞൊരു സാധനമാണ് നിൻ്റെ വിഷയം. നിനക്ക് എവിടെയോ നിൻ്റെ തലയിൽ കയറിയിട്ടുണ്ട് എൻ്റെ ലൈഫ്, എൻ്റെ ലൈഫ്, എൻ്റെ ലൈഫ്, എൻ്റെ ഭാര്യ, എൻ്റെ ലൈഫ്, എൻ്റെ. ഓക്കെ ശരി, നിൻ്റെ ഭാര്യ, നിൻ്റെ ലൈഫ്, ഓക്കെ ശരി, നീ പൊയ്ക്കോ നിൻ്റെ വഴിക്ക്. നീ എന്തിന് നാട്ടുകാരോട് വന്നിരുന്നിട്ട് സ്വന്തം അമ്മേനെയും അനിയത്തിനെയും കുറിച്ച് ഈ അപവാദം പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാവാത്തത്. അവിടെയും ചിലപ്പോൾ നിൻ്റെ ലൈഫാണ്, നിൻ്റെ ചാനൽ, നിൻ്റെ പൈസ. അമ്മയും അനിയത്തിനും ഞാൻ ഏത് വഴിക്ക് എങ്ങനെയും ഞാൻ പറയും, ഏത് രീതിക്ക് ഞാൻ അവരെക്കുറിച്ച് ഇല്ലായ്മ പറഞ്ഞാലും എനിക്ക് എൻ്റെ ലൈഫിൽ എൻ്റെ ലൈഫ് പോകണം. എടീ, ഇങ്ങനൊരു മെൻറ്റാലിറ്റി ഉള്ള റെയർ പീസിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അമ്മയ്ക്ക് എന്നോട് നല്ല കുറിപ്പുണ്ടായിരുന്നു. ഞാൻ അനിയത്തി ഉപേക്ഷിക്കുന്ന രീതിയിലായിരുന്നു അമ്മ കാണുന്നതും എനിക്ക് പെരുമാറുന്നതും. അമ്മയ്ക്ക് വേറൊരു പ്രശ്നം ഉണ്ടായിരുന്നത്, എന്നോട് കൂടുതൽ സ്നേഹം കാണിക്കുന്നു, എന്നെ കെയർ ചെയ്യുന്നു. എനിക്ക് പീരീഡ്സ് വരുമ്പോഴത്തേക്കും എന്നെ കെയർ ചെയ്യുന്നു. ഇതൊക്കെ കാണുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുപോലെ ഞങ്ങൾ ഒന്നിച്ച് പുറത്തു പോകുന്നത്, ഞങ്ങൾ കറങ്ങാനല്ല പോകുന്നത്, ഞങ്ങൾ പണിയെടുക്കാനാണ്. ഞാനും ഇവരുടെ കൂടെ കിടന്ന് പണിയെടുക്കാനാണ് പോകുന്നത്. ഇവളുടെ കരിയറും കാര്യങ്ങളൊക്കെ ഒരു സൈഡിൽ മാറ്റിച്ച് എൻ്റെ കൂടെ കട്ടയ്ക്ക് നിന്ന് എൻ്റെ വീട് പോറ്റാൻ വേണ്ടിയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അല്ലാണ്ട് മാറിയിരുന്ന് അവളുടെ കാര്യങ്ങൾ നോക്കുകയല്ല ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരാൾ എൻ്റെ കൂടെ നടക്കുമ്പോൾ ഞാൻ അവളെ കൊടുക്കേണ്ട കെയർ ഞാൻ കൊടുക്കണം. കാരണം എൻ്റെ കൂടെ എൻ്റെ ലൈഫ് സെറ്റാക്കാൻ വേണ്ടി ഓടി നടക്കുവാണ്. ഭാര്യയ്ക്ക് ആവശ്യമുള്ള കെയർ കൊടുക്കണ്ടെന്ന് ഇവിടെ ആരും പറയുന്നില്ല, അല്ലെങ്കിൽ കൊടുത്തതിനാരും തെറ്റ് പറയില്ല. പക്ഷെ അമ്മയ്ക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ, അമ്മയ്ക്ക് അങ്ങനെ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം ഈ വൈഫാണെങ്കിലും ഇവൻ്റെത് മനസ്സിലാക്കേണ്ടത് എന്താ അറിയോ, ആ വീട്ടിൽ ഇവരുണ്ടായിരുന്ന ഒരു ആംബിയൻസിൽ നിന്ന് ഇവൻ മാറി തുടങ്ങി. മനസ്സിലായോ? ആ അമ്മയ്ക്കും ആ പെങ്ങൾക്കും കിട്ടുന്ന ഒരു അറ്റൻഷനിൽ നിന്ന് ഇവൻ മാറി തുടങ്ങി എന്നുണ്ടെങ്കിൽ അത് നിങ്ങളും കൂടി എന്ത് ചെയ്യണം, ഒന്ന് ടേക്ക് കെയർ ചെയ്തിട്ട് അവരെയും കൂടി ഒന്ന് കൂട്ടിപ്പിടിക്കാൻ നോക്കിയാൽ തീരേണ്ട പ്രശ്നങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ഇത് അതിന് പകരം നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. ആ അമ്മയോ അനിയത്തിയോ ഒന്ന് സംസാരിച്ചപ്പോൾ ഈ വൈഫിനെ കുറിച്ചോ ഇവനെ കുറിച്ചോ ഒരു രീതിയിലുള്ള വേണ്ടാത്തരും പറഞ്ഞിട്ടില്ല. അവർ കുറ്റപ്പെടുത്താൻ അവർ കുറ്റപ്പെടുത്തിയിട്ടില്ല. പക്ഷെ ഇവരങ്ങനെയല്ല. ഇതിൽ വൈഫാണെങ്കിലും ഇവനാണെങ്കിലും ഇരുന്ന അമ്മേനെയും പെങ്ങളെയും പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നോട് പറഞ്ഞിട്ടുണ്ട്, പയ്യെ പോയാൽ മതി, എല്ലാവർക്കും ഇവിടെ സന്തോഷത്തോടെ ജീവിക്കാം, നിങ്ങൾ അതിന് ഇപ്പോഴേ പോകുന്നത്, പയ്യെ പോകാം. ഞങ്ങൾ വിചാരിച്ചിരുന്നത് ഞങ്ങൾ പോയി രക്ഷപ്പെട്ടാൽ
പയ്യെ അമ്മയും അനിയത്തിയും എല്ലാരെയും കൊണ്ടുപോകാന്നുള്ള പ്ലാനായിരുന്നു. അത് അവരോടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ പോയി കഴിഞ്ഞാൽ അവരെ കൊണ്ടുപോകത്തില്ല എന്നുള്ള ടെൻഷനാണോ, അവരൊറ്റപ്പെട്ടു പോകുന്നുള്ളത് കൊണ്ടാണോ, അതോ ഇനി അവർക്ക് കിട്ടാനുള്ളതൊന്നും കിട്ടത്തില്ലെന്ന് വിചാരിച്ചിട്ടാണോ, ഞാൻ അവരുടെ മോനെ തട്ടിക്കൊണ്ട് പോകുവാണോ? അല്ല, എനിക്ക് മെയിനായിട്ട് തോന്നുന്നത് ഉള്ള കാര്യം പറയാല്ലേ, ഇപ്പോഴത്തെ ഈ രീതിയൊക്കെ കൊണ്ട് തോന്നുന്നത് അവർ ഈ പഠിച്ചു കൊടുക്കുന്ന കള്ളമൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് കള്ളക്കേസിലൊക്കെ കൊടുക്കാൻ നോക്കുന്നത്, എന്തായാലും പുറത്തോട്ട് പോകാനിരിക്കുന്നവരെ കൊടുക്കാൻ നോക്കുന്നത് അത് തടയാനുള്ള ലക്ഷ്യത്തോടെ സ്നേഹത്തിന്റെ അല്ല അത് കിട്ടിക്കൊണ്ടിരിക്കുന്ന എക്സ്ട്രാ കാര്യങ്ങൾ കിട്ടാതെ വരുമ്പോഴുള്ള ഫ്രസ്ട്രേഷൻ അതാണ്. അത്രേ ഉള്ളൂ, അതിനകത്ത് വേറെ സംസാരമൊന്നുമില്ല. മണ്ട, നീ പുറത്തു പോയാ അവരുടെ ലൈഫും കൂടി അല്ലേ സെറ്റിൽ ആവുക. നീ തന്നെ പറയുന്നു പുറത്തു പോയാൽ അവരെ കൊണ്ടുപോകാനുള്ള ഒരു പ്ലാൻ ഉണ്ട്, അത് അവരോട് പറഞ്ഞിട്ടുണ്ട്. നീ പുറത്തു പോയാൽ ഇപ്പം ഈ യൂട്യൂബിൽ നിന്ന് ഉണ്ടാക്കുന്ന വരുമാനത്തിനേക്കാൾ കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്ന ഒരു ജോലിക്ക് നീയും വൈഫും പോയാൽ അതിൻ്റെ ഒരു ബെനിഫിറ്റ് അമ്മയ്ക്കും പെങ്ങൾക്കും കിട്ടുന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റാത്ത അത്ര മണ്ടന്മാരാണോ ഈ അമ്മയും പെങ്ങളും? അതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം. നിനക്കും വൈഫിനും ഒറ്റയ്ക്ക് പോകണം, ആ ഒറ്റയ്ക്ക് പോയിട്ട് ഒറ്റയ്ക്ക് ജീവിതം തുടങ്ങണം. അത് പൊയ്ക്കോ. അതിനു വേണ്ടിയിട്ട് ഈ അമ്മേനെയും പെങ്ങളെയും നാട്ടുകാരുടെ മുന്നിലിട്ടിട്ട് ഈ വലിച്ചു കീറിയിട്ട് പോകേണ്ട വല്ല കാര്യം എനിക്കുണ്ടോ? അപ്പം എനിക്ക് എൻ്റെ അധ്വാനത്തിൽ കൊളുത്താൽ മതി എന്നുള്ളൊരു കൺസെപ്റ്റ് പണ്ടേ ഉള്ളതുണ്ട്. അപ്പം ഈ ഒരു രീതിയിൽ നമ്മൾ സംസാരിച്ച് വന്നപ്പോഴത്തേക്കും അമ്മ പറഞ്ഞു ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല, വീട് ചിഞ്ചുവിനെ കെട്ടിക്കുമ്പോഴത്തേക്കും വിൽക്കുള്ളൂ, സ്വർണം ചിഞ്ചുവിൻ്റെയാണ്, വിൽക്കത്തില്ല. അപ്പോൾ ചിഞ്ചു ഉടനെ പുറത്ത് വന്നിട്ട് പറഞ്ഞ് എൻ്റെ സ്വർണം വിൽക്കാൻ പറ്റത്തില്ല, എൻ്റെ സ്വർണം നീ തൊടേണ്ട കാര്യമില്ല. അപ്പം ഞാൻ പറഞ്ഞു ചിഞ്ചു നീ എന്താ പറയുന്നത്, എനിക്ക് നിൻ്റെ സ്വർണം അടിച്ചു മാറ്റേണ്ട കാര്യമോ ഒന്നുമില്ല, എൻ്റെ 2.5 ലക്ഷം രൂപ എനിക്ക് ഫ്രീ ആക്കാനായിട്ട് വേറെ ഓപ്ഷൻസ് നിങ്ങൾ സെറ്റ് ചെയ്ത് തരുമെങ്കിൽ സെറ്റ് ചെയ്ത് തന്നു. കാരണം എൻ്റെ 2.5 ലക്ഷം രൂപ നിങ്ങൾക്കാണ് തിരിച്ച് ഇതിൻ്റെ കാലാവധി കഴിയുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ഭയങ്കര സംസാരമൊക്കെ. ഈ സംസാരത്തിൽ മെയിൻ വന്ന പോയിന്റ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവളെ പഠിപ്പിച്ചത് നീയല്ല, പഠിപ്പിച്ചത് ഞാനല്ല, അവള് പഠിച്ചത് ഒന്നും ചെയ്തിട്ടില്ല, അവളുടെ അച്ഛൻ്റെ പൈസക്കാണ് പഠിച്ചത്, അവൾക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നിന്നെ പഠിപ്പിച്ചത് ഞാൻ കഷ്ടപ്പെട്ട് പഠിക്കുന്ന സമയത്ത് ഞാൻ പാർട്ട് ടൈം ആയിട്ട് പണിയെടുത്ത് ലിഫ്റ്റിൽ നിന്ന് കോളേജിൽ പോകുന്ന സമയത്ത് നിന്നെ ഞാൻ പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. അത് ആദ്യ വർഷം 10,000, രണ്ടാമത്തെ വർഷം 11,000, മൂന്നാമത്തെ വർഷം 12,000 എന്നിങ്ങനെയായിരുന്നു. ഡിഗ്രിക്ക് BCom അവള് പഠിച്ചപ്പോഴത്തേക്കും മിനർവ കോളേജിൽ ഉണ്ടായ ചെലവ് ആ പെങ്ങൾക്ക് പല്ലിക്കുത്തി ഓടിച്ചു കൊടുത്തതിൻ്റെ പൈസേൻ്റെ കണക്ക് പോലും ഇവ എടുത്ത് വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് ഇപ്പം പറയും ഞാൻ പൈസ കണക്ക് പറയില്ല എന്നുള്ളത്. ആ ഈയിടെ എങ്ങനെ സഹിച്ച് ജീവിച്ചടേ അവർ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരിപ്പോൾ നിന്നെ തട്ടിയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അത് രക്ഷപ്പെട്ടല്ലോ എന്ന് വിചാരിച്ചുള്ള തട്ടലാവും വീട്ടിൽ നിന്ന് തട്ടിയിട്ടുണ്ടാവുക. അല്ല, ഇവൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഇവന് സ്വന്തം പൈസയ്ക്ക് അധ്വാനിച്ച് കിളിർത്തവർ. ഈ കിളിർക്കലൊന്നും ഈ അച്ഛൻ പെങ്ങൾക്ക് കൊടുത്ത സ്വർണത്തിൽ നിന്നെടുത്ത് നിന്റെ 2.5 ഒഴിവാക്കി തരാൻ വേണ്ടിയിട്ട് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മറയ്ക്കുമ്പോഴും പിടിക്കുമ്പോഴൊന്നും ഇല്ലേ? അപ്പോൾ എത്തിക്സും സാധനമൊന്നും ഉണ്ടായില്ലേ ലൈഫിൽ? എടുത്ത് കോത്താളിത്തെടുത്ത് വെച്ചോ? അവനാൻ്റെ 2.5 കിട്ടാൻ വേണ്ടി എത്തിക്സൊക്കെ എടുത്ത് മാറ്റിയപ്പോൾ അയ്യോ ഇങ്ങനെ ഒരു കണക്കേഷ്. അവര് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് നൈസായിട്ട് ഇത് ഇങ്ങനെ ഇരിക്കുക. കുറെ കഴിഞ്ഞപ്പോഴാണ്, അതായത് താഴെ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്ന ഫോൺ നൈസായിട്ട് ഇങ്ങനെ പൊങ്ങി വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവളിത് പണിയാൻ വേണ്ടിയിട്ടാണ് ഈ കള്ളങ്ങൾ പറയുന്നത്. അതായത് ഉള്ള കാര്യം പറഞ്ഞ് ഒരു ഇഷ്യൂ ഉണ്ടാക്കുന്നതാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം. പക്ഷെ ഇല്ലാത്ത കാര്യം പറഞ്ഞ് ഒരാളെ നൈസായിട്ട് പെടുത്താൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ കള്ളം മാത്രം പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഫുള്ള് സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അത് റോങ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ പിന്നെ ആലോചിച്ച് ഈ ഫോൺ പിടിച്ചു കഴിഞ്ഞാൽ ശരിയാകത്തില്ല, ഇത് കയ്യാങ്കളിയിലോട്ട് പോകും. പിന്നെ ഞാൻ കുറേയൊക്കെ ഇങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മൈൻഡിൽ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെനിക്കെതിരെ വേറെ രീതിയിലോട്ട് കൺവേർട്ട് ആവാൻ ചാൻസ് ഉണ്ട്. അതായത് പൈസയ്ക്കൊക്കെ ഈ വീഡിയോ ഒക്കെ വിറ്റ് കഴിഞ്ഞാൽ തന്നെ എന്നെ മൊത്തത്തിൽ ലോക്കാക്കാനൊക്കെ പറ്റും. കാരണം അവൾ പറഞ്ഞ പോയിന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ പഠിപ്പിച്ചതിൻ്റെ കാര്യം, അവളുടെ ഗോൾഡ് വെച്ച് തിരിച്ചിട്ടുണ്ട്. നീ എങ്ങനെ ലോക്കാവുന്ന പറയുന്നത്? നീ പറയുന്നത് നിന്റെ ഭാഗത്താണ് ന്യായം, നീ ചെയ്തതാണ് ശരി, അവരാണ് മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അവർ വീഡിയോ എടുത്താൽ എന്താ, ഇല്ലെങ്കിൽ എന്താ? അവർ ചോദിച്ചാൽ എന്താ, ചോദിച്ചില്ലെങ്കിൽ എന്താ? പറഞ്ഞാൽ എന്താ, പറഞ്ഞില്ലെങ്കിൽ എന്താ? അപ്പം അവിടെ തന്നെ നിന്റെ കള്ളത്തരം പൊളിഞ്ഞു. നീ അനിയത്തി വീഡിയോ എടുക്കുന്നത് നീ എക്സ്പെക്ട് ചെയ്തില്ല. അത് കണ്ടതോട് കൂടിയിട്ട് നിന്റെ വായന്ന് വന്ന വർത്തമാനങ്ങളൊക്കെ കൈവിട്ട് പോയ സാധനമാണെന്ന് മനസ്സിലായതുകൊണ്ടാണ് നീ ഇപ്പം എന്ത് പറഞ്ഞേ? പെങ്ങളെങ്ങാനും അത് കൊണ്ടുപോയി വിറ്റാൽ, പെങ്ങളിപ്പോഴും വിറ്റിട്ടില്ല. പെങ്ങളിപ്പോഴും അതിൻ്റെ ചെറിയ എന്താ പറയുക, അറ്റവും മൂലയും തറ്റവും മാത്രമാണ് അവിടെ ഇവിടെയും കൊടുത്തിട്ടുള്ളത്. കംപ്ലീറ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ശരിക്കും ഈ അമ്മേനെയും അനിയത്തിനും നീയാണിപ്പോൾ വീഡിയോ വഴി വിറ്റുകൊണ്ടിരിക്കണേ. അവരിതുവരെ നിന്നെ വിറ്റിട്ടില്ല. അവർ വിൽക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ മനസ്സിലാവും എന്താണ് അവസ്ഥ എന്നുള്ളത്. ഞാൻ പറയുമ്പോൾ അമ്മയും പെങ്ങളും അതാ ചെയ്യേണ്ടത്. സത്യത്തിൽ ഇവനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും അവർ പറയില്ല. കാരണം അവരുടെ കഴിഞ്ഞ ഒരു ഇൻ്റർവ്യൂ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഏകദേശം മനസ്സിലായി അവർ ഇവനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ മാക്സിമം നോക്കുന്നുണ്ട്. പക്ഷെ ഈ പടുവാബിയാണ് നേരെ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ ലാസ്റ്റ് ഞാൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണിൽ കയറി പിടിച്ച സമയത്ത് ഞാൻ ഈ കൈ വെച്ചും പിടിച്ചു. അപ്പോൾ അത് അവൾ തിരിച്ച് മാറ്റുകയും ചെയ്തു, എൻ്റെ കൊങ്ങ കയറി പിടിക്കുകയും ചെയ്തു. അപ്പം ഞാൻ ഇപ്പുറത്തെ കൈ വെച്ച് ആ ഫോൺ ഫോണിൽ കയറി പിടിച്ചു. അപ്പോഴത്തേക്കും ഇവളുടെ ഒരു കയ്യിൽ ഫോണും, അതായത് അവളുടെ ഇടത്തെ കയ്യിൽ വലത്തെ കയ്യിലാണ് ഫോൺ, ഇടത്തെ കൈ വെച്ച് ഇങ്ങനെ ഇപ്പുറ സൈഡിലാണ് ഇരിക്കുന്നത്, ഇങ്ങനെ കുത്തിനേറി പിടിച്ച്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നത്, എനിക്ക് ഫോൺ മേടിക്കണം, അത് ഡിലീറ്റ് ചെയ്യണം, അത്ര ഉള്ളതാണ് എൻ്റെ മൈൻഡിൽ. അപ്പോൾ ഉടനെ അമ്മ ഓടി വന്നിട്ട് നേരെ ഇവിടെ നിന്നിട്ട് എനിക്കത് ഞാൻ കുറേ ഏണിയൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ശരിയായ കാര്യങ്ങൾ വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് അമ്മയുടെ സേഫ്റ്റിക്ക് വേണ്ടി, ഇവളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടൊക്കെ ഞാൻ അടി ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും എനിക്ക് ഇത്രയും ക്ലാരിറ്റിയിൽ, ഇത്രയും സ്ലോ മോഷനിലൊന്നും ഞാൻ വിഷ്വൽസ് കണ്ടിട്ടില്ല. ഇത് ഞാൻ വിഷ്വൽസ് കണ്ടതാണ് കേട്ടോ. അതായത് അമ്മ വന്ന് മുമ്പിൽ നിന്നിട്ട് ഞാൻ ഇവളുടെ ഫോണിൽ പിടിച്ചുകൊണ്ടിരിക്കുക, അവൾ എൻ്റെ കൊങ്ങയിൽ കുത്തി പിടിച്ചിരിക്കുക. അമ്മ വന്നിട്ട് കാണിച്ചു തരാടാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു 3 മാന്ത് എൻ്റെ ഈ വലത്തെ കണ്ണിൻ്റെ ഇവിടെ അല്ലേ പാടുണ്ടോ, നല്ലതായിട്ട് മങ്ങിയിട്ടുണ്ട്. ഇവിടെ ആ സമയത്തെ വീഡിയോ കറക്റ്റ് ആയിട്ട് മറ്റേ തമിഴൻ, ഇവിടെ മറ്റേ പാടുള്ള തമിഴനെ പോലെയാണ് ചില വീഡിയോസിനകത്ത് ഞാൻ വന്നിട്ടുള്ളത്. കുറച്ചൊരു 1-2 മാസത്തിനിടയിലുള്ള വീഡിയോസ് നോക്കിയാൽ മതി, നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് ഉണ്ട്. ഈ കഴിഞ്ഞ ഇടയ്ക്കാണ് ഇത് കുറെ കൂടെ മങ്ങിയത് കേട്ടോ. അപ്പം 2-3 മാന്ത് ഇങ്ങനെ പറഞ്ഞിട്ടാണ് കറക്റ്റായിട്ട് ഞാൻ കണ്ടത്. അങ്ങനെയാണ്, അതായത് കാണിച്ചു തരാന്നുള്ള ആ ഒരു വൈരാഗ്യം ഞാനത് മുഖത്ത് കണ്ടു കേട്ടോ. എൻ്റെ അമ്മയുടെ മുഖത്താണ് ഞാനത് കണ്ടത്. അപ്പോൾ എനിക്ക് ആ വേദന ഇതല്ല, എൻ്റെ അമ്മ ഇത്രയും വൈരാഗ്യം എന്നോട് ഇങ്ങനെ ഉള്ളിൽ കൊണ്ട് നടക്കുന്നുണ്ടായിരുന്നോ എന്നുള്ളതാണ് എനിക്ക് ആ വേദനയായിട്ട് തോന്നിയത്. ഞാനിത് പറയുമ്പോൾ എൻ്റെ മുഖത്ത് ഞാനത് ആ ഒരു രീതിയിൽ ഞാൻ പറയുമ്പോൾ ഇതെൻ്റെ മുഖത്ത് ചിരിയാൻ വരുന്നെങ്കിലും ഉള്ളിൽ അത്രയും ബുദ്ധിമുട്ടിയിട്ട് തന്നെയാണ് കേട്ടാ ആ സത്യം ഞാൻ മനസ്സിലാക്കിയത്. അല്ല, അത് ബുദ്ധിമുട്ട് മുഖത്ത് കാണുന്നുണ്ട്. എന്തൊരു സന്തോഷമാണ് അമ്മേനെ കുറിച്ചൊക്കെ പറയുമ്പോൾ. സ്വന്തം അമ്മേനെ പുലിമുരുകനാക്കിയ മുതലേ ആദ്യമായിട്ടാണ് കണ്ടത്. അമ്മ ഇങ്ങനെ മാന്തിന്ന്. എടാ പടുവാബി, പെങ്ങളെ കൊങ്ങയ്ക്ക് പിടിച്ച് നിൽക്കുമ്പോൾ ആ അമ്മയ്ക്ക് പെങ്ങളെ രക്ഷിക്കാൻ നിന്നെ മാന്തി തള്ളി വിട്ടാലേ പറ്റൂ. മനസ്സിലായ? സ്വന്തം അനിയത്തിൻ്റെ കഴുത്തിലും ഫോണിലും പിടിച്ചാൽ നിൽക്കണ അവസ്ഥ. അനിയത്തി കഴുത്ത് പിടിച്ചു, അമ്മ മുഖത്ത് മാന്തി എന്ന് പറയുന്നുണ്ടല്ലോ. നീ അവിടെ വെറുതെ നിൽക്കുമ്പോൾ അനിയത്തി വന്നിട്ട് കഴുത്തിന് പിടിച്ചിട്ട് അമ്മ മുഖത്ത് മാന്തി പോയതാണോ? ആണോ? അല്ലല്ലോ. അനിയത്തി മൊബൈലിൽ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ അയ്യോ ഞാൻ പെട്ടുപോലോ എന്നുള്ള പേടിക്ക് മൊബൈലിൽ കയറി പിടിച്ചു. എന്നിട്ട് ആ പെൺകുട്ടീൻ്റെ മുടിയുമ്പോഴും അവിടെ ഇവിടെയും പിടിച്ച് കുത്തിന് പിടിച്ച് നിൽക്കുക, മൊബൈലിൽ പിടിച്ച് നിൽക്കുമ്പോൾ അമ്മ വന്നിട്ട് അമ്മയ്ക്ക് രക്ഷിച്ചല്ലേ പറ്റൂ മകളെ. അതിനു വേണ്ടി ചെയ്തതായിരിക്കും അമ്മ. ഇപ്പം എന്തായി? പ്രശ്നേഷന് അമ്മ പുലിമുരുകൻ എഫക്റ്റിലേക്ക് കൊണ്ടുവരികയാണ്. അതുപോലെ ഈ മാന്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവളോടി വന്ന് ഇവള് എൻ്റെ കയ്യിൽ കയറി പിടിച്ചിട്ടുണ്ട്. വിടറാ ഫോൺ വേണ്ട, അവള് കൊണ്ടുപോട്ടറാന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ ഫോൺ വിട്ടില്ല. കാരണം ഈ കഴുത്തിൽ ഇവിടെ ഇരിക്കുകയാണ്, അവളുടെ കൈ എൻ്റെ കഴുത്തിലിരിക്കുകയാണ്, ഞാൻ ഫോണിൽ പിടിച്ചത്. എനിക്ക് ആ ഫോൺ എങ്ങനെയും മേടിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അമ്മ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്നിട്ട് കൂവി. അതും എനിക്ക് ഓർമ്മയുണ്ട്. കാണിച്ചടാ ഇങ്ങനെയാണ് കൂവിയത്. അങ്ങനെ കൂവിയപ്പോഴത്തേക്കും കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആൾക്കാരൊക്കെ ഗേറ്റിന്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ആരും ഇങ്ങോട്ട് അകത്തോട്ട് വലിഞ്ഞ് കയറിയിട്ടൊന്നും ഇല്ല കേട്ടാ. എല്ലാവരും പുറത്ത് നിൽക്കുവാണ്. ആൾക്കാർക്ക് ഒരു ഐഡിയ ഇല്ല. കാരണം ഇവിടെ ഭയങ്കര ബഹളം, ഞാനും അവളും കൂടെ ഭയങ്കര ബഹളമൊന്നും കേൾക്കണില്ല. അമ്മച്ചി കൂവി വെച്ചാണ് കേട്ടത്. സ്വന്തം അമ്മേനെ കാന്താരമമ്മയാക്കി എടുത്ത് ഇവന് ഞാൻ എന്ത് പറയാൻ. ഞാൻ നിനക്കിട്ടൊരു 2 കൂക്കല് കൂക്കട്ടെ പറഞ്ഞിട്ട്. അവര് പ്രായമായവരാണ്. അടി ഉണ്ടാക്കുമ്പോൾ പിടിച്ചു മാറ്റാൻ വന്നപ്പോൾ ആരെങ്കിലും വന്ന് രക്ഷിക്കട്ടെ. നിന്റെ ഭാര്യയോ അവിടെ നിന്നിട്ട് നിന്റെ കൈ പിടിച്ചിട്ട് വാ ചേട്ടാന്ന് പറയുകയാണ്. ആരെങ്കിലും വന്ന് കഴിച്ചിലാക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ഒച്ച ഉണ്ടാക്കിയതായിരിക്കാം ആ പാവം. അപ്പത്തേക്ക് നീ അത് കൂവലാക്കി മാറ്റി. എൻ്റെ അമ്മേ, നല്ല മകൻ എന്താണെങ്കിലും ബാക്കിയാണ്. ഒരു കല്യാണം കഴിച്ചാൽ എളുപ്പമാണ് പരിപാടി. ആ സമയത്ത് അമ്മ പറയുകയും ചെയ്തു, നിനക്ക് സ്വർണം വേണമായിരുന്നെങ്കിൽ അവളുടെ വീട്ടുകാർ പറഞ്ഞാണല്ലോ തരാന്ന്, നിനക്ക് എന്താ അവളുടെ വാങ്ങിച്ചൂടായിരുന്നു എന്ന് ചോദിച്ചു. ആ ഒരു പോയിന്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. മാത്രമല്ല സ്ത്രീധനം കൊടുക്കാത്തതിന്റെ പേരിൽ ഇൻഡയറക്റ്റ് ആയിട്ട് പല രീതിയിൽ പല പ്രാവശ്യം അമ്മ എന്നെ കുത്തിയിട്ടുണ്ട്. അപ്പൊ ഈ ടോക്കും കാര്യങ്ങളൊക്കെ കുട്ടിയിൽ തേങ്ങ ഇടണ മാതിരി ഇത്ര നേരം അവിടെ വന്നിരുന്നു ഇങ്ങനെ അത് ഇത് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഭാര്യ വന്നിട്ട് എന്തായി? അമ്മയ്ക്ക് ഇട്ടിട്ടുള്ള കൊട്ടായി. എന്താണെങ്കിലും മകൻ കൊട്ടുണ്ട്, മരുമകളായ ഞാനും ഉണ്ടായിരിക്കണ്ടാന്നു. ആ അമ്മയും പെങ്ങളും വല്ലതും പറഞ്ഞാടേ ഇവരെ കുറിച്ച്. നീ വലിയ പ്രശ്നേഷല്ലേ, നീ മറ്റേ നാട്ടിൽ നന്മയൊക്കെ ഉണ്ടാക്കുന്നില്ലേ, നീ വീട്ടിലെന്തോ ഭയങ്കര പ്രശ്നവും കാര്യങ്ങളാണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു വീട്ടില് പ്രശ്നമാണ് ബ്രോ,
നാട്ടിൽ നന്മയും കാര്യങ്ങളൊക്കെ നിങ്ങൾ സോഷ്യൽ മീഡിയ കാണുന്നത് സ്കാമായിട്ട് കൂട്ടിയാൽ മതി, വേറെ ഒന്നും കൂട്ടണ്ട. അത്രയല്ലേ ഇവിടുന്ന് ഈ ഒരു എക്സ്പീരിയൻസ്, ഈ ഒരു സാഹചര്യം കണ്ടിട്ട് നിങ്ങൾക്ക് അതല്ലേ തോന്നുക, അങ്ങനെ എടുത്താൽ മതി. എനിക്ക് നിങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ ന്യായീകരിക്കാനും വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ അങ്ങോട്ട് ട്രിഗറായി. കാരണം ഇവൻ എൻ്റെ കയ്യിൽ നിന്ന് ന്യായീകരണമാണ് പ്രതീക്ഷിച്ചത്. അപ്പോൾ അവന് മാതിരി അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തീരുമല്ലോ, ക്യാമറ എടുത്തിട്ട് വീഡിയോ ഓണാക്കട്ടെ. ഞാൻ പറഞ്ഞു വീഡിയോ ഓണാക്ക്, ഫോൺ ഉണ്ടാ പോക്കറ്റിൽ, ഇപ്പോൾ എടുത്ത് ഓണാക്കെന്ന് പറഞ്ഞു. ഐ ചലഞ്ച് യു ടു ഡു സോ, കമോൺ പ്ലീസ് ബ്രോ പ്ലീസ് എന്നൊക്കെ പറഞ്ഞു. എനിക്ക് കുരു പൊട്ടിയപ്പോഴേ എന്ന് വെച്ചാൽ എന്നെ ഇവൻ ട്രിഗർ ചെയ്യുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ ഇത് പോയപ്പോഴത്തേക്കും ഞാൻ കുറച്ച് ഇംഗ്ലീഷൊക്കെ പറഞ്ഞു പോയി, അറിയാണ്ട്. ചീത്തയൊന്നും പറഞ്ഞിട്ടില്ല, മാന്യമായിട്ട് ഞാൻ വെല്ലുവിളിക്കുക ചെയ്തു. പ്രശ്നേഷ് പരിഷ്കാരിയാ, പച്ച പരിഷ്കാരി. എൻ്റെ മോനെ, അതാണ് നാട്ടുകാർ പറഞ്ഞല്ലേ, ഇംഗ്ലീഷ് കുറെ എന്തൊക്കെയോ പറഞ്ഞു എന്നുള്ളത്. ഇവൻ്റെ ഇടയ്ക്കുള്ള യാ കേട്ടപ്പോഴേ ഉറപ്പിച്ചതാണ്, ഇവന് ദേഷ്യം വരുമ്പോൾ ഇംഗ്ലീഷ് മാത്രമേ ഇവൻ്റെ വായിൽ കൂടി പോകുള്ളായിരിക്കും എന്നുള്ളത്. അതാണ് ഇവന് നാട് പറ്റാത്തപ്പോ അവൻ പുറത്തു പോവാനോ കൊള്ളാടാ മോനെ. അപ്പം ഞാൻ പറഞ്ഞു അമ്മ, അവളുടെ ഗോൾഡാണ്, അവളുടെ കാര്യത്തിന് ഉപയോഗിക്കാനുള്ളതല്ലേ, അതൊന്ന് എടുത്ത് കൊടുത്തുകൂടെ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അമ്മയ്ക്ക് അവിടെ അത് കൊണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മറ്റേ സ്ത്രീധന വിഷയമാകുമോ എന്നൊരു പേടി തോന്നി. ഓൾറെഡി സ്ത്രീധന സംസാരങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ പറയുന്നുണ്ട് അമ്മ, സ്ത്രീധന സംസാരങ്ങളൊന്നും ശരിയല്ലെന്നൊക്കെ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം ഞാൻ ഇത് അവളുടെ സ്വർണം അവളുടെ കാര്യത്തിന് കൊടുത്തുകൂടെ എന്ന് ചോദിച്ചപ്പോഴത്തേക്കുവേ, എന്റെ പ്രോസസിങ്ങിനും സ്റ്റഡീസിനും ആയിട്ട് വേണ്ടി എന്റെ അച്ഛൻ എനിക്ക് തന്ന സ്വർണം അതിൽ ആർക്കും അവകാശമില്ല. അത് കുറെ പോസ്റ്റ് വന്നിട്ടാണ് അത് എടുത്തു തന്നത്. അത് ഒട്ടും താല്പര്യമില്ലായിരുന്നു പുള്ളിക്കാരിക്ക്, ആ സ്വർണം കൂടെ വേണമെന്നുള്ള. അതായത് ഈ പറഞ്ഞ പോലെ ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ഉടനെ എണീറ്റിട്ട് അപ്പോ ഞാൻ വന്നേക്കാം എന്ന് പറഞ്ഞിട്ട്, ഞാൻ പറഞ്ഞ പോലെയാണ് എന്റെ ലോക്കറിൽ കൊണ്ട് സ്വർണം വെച്ചെന്നും പറഞ്ഞു. ഈ ടോണല്ലായിരുന്നു ഞാൻ പറഞ്ഞുകൊണ്ട് എന്റെ ലോക്കറിൽ വെക്കാനായിട്ട് ഞാൻ പറഞ്ഞ പോലെ അമ്മ മറ്റോളം ബുദ്ധിമുട്ടിക്കാനായിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് ട്രിഗർ ആവുക. അപ്പൊ ഞാൻ മിണ്ടിയില്ല. കാരണം എന്ന് വെച്ചാൽ എനിക്കറിയാം അന്നത്തെ ദിവസം എങ്ങനെയും എന്നെ ട്രിഗർ ആക്കണമെന്നുള്ളതും ഒരു പ്രശ്നം സംസാരം ഉണ്ടാക്കിയിട്ട് അന്നത്തെ ആ ഒരു ടൈം സ്ലോട്ട് കട്ടണം. അങ്ങനെ ബാങ്ക് ടൈം കഴിയുമ്പോൾ വേണേ വരാം എന്നുള്ളൊരു വൈബിലായിരുന്നു വഴക്കുണ്ടാക്കിയിട്ട്. അപ്പം ഞാൻ മിണ്ടിയില്ല. ഞാൻ മിണ്ടാതെ പോയി വണ്ടി കയറി ഡോറൊക്കെ തുറന്ന് വണ്ടിക്കകത്ത് കയറ്റി ബാങ്കിൽ കൊണ്ടുപോയിട്ട് അവളുടെ സ്വർണം ഡീൽ ചെയ്ത് കൊടുത്തു. ഈ അമ്മായിയമ്മ മരുമകൾ സീനിൽ ചിലപ്പോൾ മരുമകൾ അമ്മായിയമ്മേനെ കുറിച്ച് പറയുന്നത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇവരുടെ മകനാണോ അതോ മരുമകനാണോ? അല്ല, ഈ മരുമോളെ സംസാരിക്കാൻ സമ്മതിക്കാതെ എൻ്റെ അമ്മേനെ കുറിച്ച് ഞാൻ കുറ്റം പറയുന്ന പറഞ്ഞിട്ട് ചാടി കയറിയിരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ പടുവാവി. അമ്മേ, ഇപ്പം ഇവൻ പറഞ്ഞല്ലോ സ്വർണത്തിൻ്റെ, ഭാര്യേൻ്റെ സ്വർണത്തിൻ്റെ വിലയാണ് ഇവൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇതുപോലെ തന്നെയാണ് നിൻ്റെ പെങ്ങക്ക്. ഓക്കെ, നിൻ്റെ അച്ഛൻ നീ ഇടനില നിന്ന് മേടിച്ച് എടുത്ത സ്വർണം, നിനക്ക് നിൻ്റെ എത്തിക്സിൽ നിൻ്റെ ലൈഫിൽ ആ സ്വർണം ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞ സ്വർണത്തിൽ നിന്ന് 2.5 നിൻ്റെത് മാറിക്കിട്ടാൻ നീ ആ സ്വർണം എടുത്ത് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കാട്ടി ചെയ്ത് നിൻ്റെ ഭാര്യേൻ്റെ സ്വർണം പോലെ തന്നെ ആ അമ്മയ്ക്കൊരു പേടി കാണും. ഇതെന്താ പറയുക, ഈ അമ്മയ്ക്ക് മനസ്സിലായിട്ടുണ്ട് ഇവൻ എപ്പോഴെങ്കിലും ഇവിടുന്ന് ചാടും. അപ്പം പിന്നെ ഈ അമ്മയും പെങ്ങളും ഒറ്റയ്ക്കാവും. ഈ സ്വർണവും ഈ സ്വത്തും ഉണ്ടെങ്കിൽ മാത്രമേ കുട്ടീനെ ഇറക്കി വിടാൻ പറ്റൂ എന്നുള്ളൊരു തോന്നലാണ് ഇപ്പം അമ്മയ്ക്ക് തോന്നിക്കാണുന്നതുകൊണ്ട് നിന്നോടുള്ള വിശ്വാസം പോയി കാണും. കാരണം അങ്ങനത്തെ ചെയ്തികളും ചെയ്ത്തുവാണല്ലോ, എപ്പോൾ വേണേൽ തിരിച്ച് പെറ്റ വയറല്ലേ തിരിച്ച് കൊത്തുന്നുള്ളത് മനസ്സിലായി കാണും. പക്ഷെ അത് ഇമ്മാതിരി കൊത്തല് നാട്ടുകാരുടെ മുന്നിൽ ഇട്ട് കൊടുത്തിട്ടാവും എന്നുള്ളത് അവർ പ്രതീക്ഷയാണല്ല. എന്നാലും കേസും കൂട്ടൊക്കെ ആയിട്ടുണ്ട്. ഫോർച്യൂണർ അല്ലെങ്കിൽ മറ്റേ റീച്ചിന് വേണ്ടി എന്ന് പറയുന്നവരോടാണ് ഞാൻ വീണ്ടും പറയുന്നത്, ഇതല്ല, ഇത് റീച്ചോ ഫോർച്യൂണറോ ഒന്നുമല്ല. ഇവന് ചിലപ്പോൾ മനസ്സിനകത്ത് റീച്ച് കാണും, ആ വീട്ടുകാർക്ക് അതില്ല. ഇതൊരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ജെന്യുവൻ ഇഷ്യൂ ആണ്, ഫൈൻ. ഇവൻ ഇത് മാക്സിമം യൂസ് ചെയ്യാനുള്ള ഒരു ശ്രമം ചിലപ്പോൾ ഇവൻ നടത്തുന്നുണ്ടാവും. അതാണ് ഇവൻ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 എന്നൊക്കെ പറഞ്ഞ് ഇവനിത് അങ്ങനെ ചെയ്യേണ്ട ഒരു അവസ്ഥയായിരിക്കും. പുറത്തൊക്കെ പോകണമല്ലോ. ആണെങ്കിൽ കൊള്ളാം, സ്വന്തം അമ്മേനെയും പെങ്ങളെയും വെച്ചിട്ട് തന്നെ ആടെ ഈ പരിപാടി നീ ഉന്തിക്കൊണ്ടിരിക്കുന്നത്.